ശ്രീ സെബാസ്റ്റ്യൻ പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് ഇപ്പോൾ പ്രതിപക്ഷം പോകുന്നു. അതായത് ഇംപീച്ച്മെന്റ് നീക്കത്തിനുള്ള സാധ്യതകൾ തേടുകയാണ് പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ. ഈ സാഹചര്യത്തെ നമ്മൾ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യത്തെ സംഭവങ്ങളിൽ ഒന്നായിരിക്കാം ഇത്തരത്തിലുള്ള നീക്കം. എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? അത് ഏറ്റവും കൂടുതൽ വിശ്വാസ്യത ആവശ്യപ്പെടുന്ന ഒരു ഭരണഘടനാപരമായ പദവിയാണ് ഇലക്ഷൻ കമ്മീഷണറുടേത്. ആ സ്ഥാനത്തിന്, ആ വിശ്വാസത്തേക്ക് ഇപ്പോൾ കോട്ടം വന്നിരിക്കുകയാണ്. ചോദ്യങ്ങൾ ശരിയാകാൻ തെറ്റാകാൻ, പക്ഷേ ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടു കഴിഞ്ഞു. അത് ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷം നേതാവ് തന്നെയാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടി ഇപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല, രാഷ്ട്രത്തിന് കിട്ടിയിട്ടില്ല. ആ മറുപടി രാഹുൽ ഗാന്ധിക്കുള്ളതല്ല, അത് നമുക്കുള്ളതാണ്, വി ദ പീപ്പിൾ. ആ മറുപടി നൽകാൻ കഴിയാത്തിടത്തോളം കുറ്റകരമായ ഒരു പ്രവൃത്തിയിൽ അവർ ഏർപ്പെട്ടു, വ്യാപരിച്ചു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും. അതിനുള്ള പ്രതിവിധി ഇംപീച്ച്മെന്റ് അല്ലാതെ മറ്റൊന്നുമല്ല. ഇംപീച്ച്മെന്റ് കടന്നു കൈയാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ തന്നെ ഒരു ഹൈക്കോടതി ജഡ്ജിക്കെതിരെ ഇംപീച്ച്മെന്റ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. രാജിവെച്ചു പോയ ഉപരാഷ്ട്രപതിക്കെതിരെ ഇംപീച്ച്മെന്റിനുള്ള നീക്കം ഒന്നുണ്ടായി. ഇപ്പോഴിതാ ജനാധിപത്യത്തിലെ ഏറ്റവും പവിത്രമായ, പാവനമായ, ശക്തമായ ഒരു പദവി വഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ ആ ആയുധം ഉപയോഗിക്കേണ്ടതിനെ കുറിച്ച് പ്രതിപക്ഷം ആലോചിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അത്ര നിസ്സാരമായി തള്ളിക്കളയാവുന്ന കാര്യമല്ല. നമ്മുടെ ജനാധിപത്യം ലോകത്തിലെ നമ്പർ 1 ഡെമോക്രസി, ആ ഡെമോക്രസിയുടെ ആരോഗ്യത്തിന് മാരകമായ, ഗുരുതരമായ എന്തോ സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടി വന്നിരിക്കുന്നു. തീർച്ചയായും താങ്കൾ പറഞ്ഞ പോലെ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്കറിയാമല്ലോ, സമാനതകളില്ലാത്ത അധികാരമാണ് ഇലക്ഷൻ കമ്മീഷനുള്ളത്. ഇപ്പോൾ ബാൽ താക്കറെയൊക്കെ പണ്ട് അയോഗ്യനാക്കിയ വിഷയമൊക്കെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷം ഇത്തരത്തിലുള്ള നീക്കത്തിലേക്ക് പോയാൽ മറുഭാഗത്ത് ഉണ്ടാകാൻ പോകുന്നത് ഏത് തരത്തിലുള്ള ആലോചനകളായിരിക്കും എന്നതും ഏറെ പ്രധാനപ്പെട്ടതല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പോൾ? തീർച്ചയായും നമുക്ക് ഇനി അങ്ങോട്ടുള്ള സമയം അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റൈൽ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വലിയ ഏറ്റുമുട്ടലിന് രാജ്യം തയ്യാറെടുക്കേണ്ടി വരും, പ്രതിപക്ഷം തയ്യാറെടുക്കേണ്ടി വരും. അപ്പൊ അവിടെ അപ്പോ അത് ഏത് രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും? നമ്മൾ ഒരു വലിയ അപകടം അറിഞ്ഞതിന്റെ 50-ാം വർഷത്തിലാണ് അടിയന്തരാവസ്ഥ. അന്നത്തെ അതിനൊക്കെ സമാനമായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യ തത്വങ്ങളോട്, ജനാധിപത്യ മര്യാദകളോട്, ജനാധിപത്യ ആചാരങ്ങളോട് തരിമ്പും ബഹുമാനമില്ലാത്ത ഒരു പാർട്ടി രാജ്യം ഭരിക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയം ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് എന്താണ്? സ്വകാര്യത മാനിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാൻ കഴിയില്ല എന്നാണ്. നമ്മുടെ ബയോമെട്രിക് രേഖകൾ വെച്ചുകൊണ്ട് ആധാർ കാർഡ് നമുക്ക് എടുക്കാൻ പറ്റുമെങ്കിൽ അതിനപ്പുറം ഒരു സ്വകാര്യത ലംഘനം ഈ രാജ്യത്ത് വേറെയുണ്ടോ? അപ്പോൾ ഈ സ്വകാര്യത എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ വാദം എത്ര കണ്ട് നിലനിൽക്കുന്നതാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? അതുമാത്രമല്ല, ഇപ്പോഴും നമുക്ക് സൈറ്റിൽ കയറിയാൽ ഈ ഫോട്ടോ ഇമേജ് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അതിലില്ലാത്ത സ്വകാര്യത ഡിജിറ്റൽ വിവരങ്ങൾക്ക് മാത്രം എങ്ങനെ വരുന്നു ശ്രീ സെബാസ്റ്റ്യൻ പോൾ? അത് ഇലക്ഷൻ കമ്മീഷനും ആ കമ്മീഷനെ ന്യായീകരിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ അവിടെ. അവർ വളരെ ബാലിശമായ അല്ലെങ്കിൽ അപഹാസ്യമായ വാദഗതികളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ കാണുന്ന ചിത്രം അത് നിങ്ങളുടെ സഹോദരിയുടേതാകാം, അമ്മയുടേതാകാം, ഭാര്യയുടേതാകാം, അത് പരസ്യപ്പെടുത്തിയാൽ അവരുടെ സ്വകാര്യതയെ ബാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ചാൽ ഏത് രാജ്യത്ത്, ഏത് സംവിധാനത്തിൽ ആരോടാണ് ഇവർ ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ആധാർ കാർഡ് എടുക്കുമ്പോൾ വെളിപ്പെടുത്തുന്നതിൽ കവിഞ്ഞ ഒരു സ്വകാര്യതാ വിവരങ്ങളും വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടില്ല. വോട്ടർ പട്ടികയുടെ സുതാര്യത എന്ന് പറഞ്ഞാൽ, അതിന്റെ വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ അത് ആർക്കും പരിശോധിക്കുന്ന അവസരം ഉണ്ടാകണം. ഇവിടെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രഹസ്യ തെരഞ്ഞെടുപ്പല്ല, സീക്രട്ട് ബാലറ്റ് അല്ല. ഇത് പരസ്യമായി വോട്ടർ പട്ടിക പരസ്യപ്പെടുത്തി അതിൽ ആരെല്ലാം ഉണ്ട് എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജന്റുമാർ, ഇലക്ഷൻ കമ്മീഷന്റെ ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇവരെല്ലാം പരിശോധിച്ച് തിട്ടപ്പെടുത്തി ഒക്കെയാണല്ലോ മുന്നോട്ട് പോകുന്നത്. അതൊക്കെ സ്വകാര്യതയാണ്, അതൊക്കെ ഞങ്ങൾ മറച്ചുവെക്കും, ഞങ്ങൾ ലക്ഷക്കണക്കിന് ഇല്ലാ വോട്ടുകൾ ചേർത്ത് അതിന്റെ പിൻബലത്തിൽ തിരഞ്ഞെടുപ്പ് ജയിക്കും എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഫാസിസം എന്നോ ഏകാധിപത്യം എന്നോ മാത്രം പറഞ്ഞാൽ പോരാ, അതിനും അപ്പുറത്ത് ഒരു വാക്ക് നമുക്ക് കണ്ടെത്തേണ്ടി വരും. ഓക്കെ, താങ്ക് യു ശ്രീ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഞങ്ങളോട് പ്രതികരിച്ചതിന്.